അനുദിന വിശുദ്ധർ ജൂൺ 20 വിശുദ്ധ സിൽവേരിയൂസ്. അഗാപ്പിറ്റ്യൂസിൻ്റെ മരണവാർത്ത റോമിലെത്തിയപ്പോൾ രാജാവായിരുന്ന തിയോദാഹ് കിഴക്കൻ ഗോത്തിക്കാരുടെ ആക്രമണത്തെ ഭയന്ന് തനിക്ക് അടുപ്പമുള്ള ഒരു ഗോത്തിക് വംശജൻ വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനത്തിലുണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ചു. പാപ്പിയായിരുന്ന ഹോർമിദാസിൻ്റെ മകനായിരുന്ന സിൽവേരിയൂസിനായിരുന്നു അതിനായി അദ്ദേഹം കണ്ടെത്തിയത്. ഐക്യം നിലനിർത്തുക എന്ന കാരണത്താൽ പുരോഹിതവൃന്ദം മനസ്സില്ലാ മനസ്സോടെ രാജാവിൻ്റെ ആഗ്രഹമനുസരിച്ച് സബ്ഡീക്കനായിരുന്ന സിൽവേരിയൂസിനെ പാപ്പിയായി തിരഞ്ഞെടുത്തു. റോമിൽ സിൽവേരിയൂസിൻ്റെ അഭിഷേകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചക്രവർത്തിയുടെ ഭാര്യയായിരുന്ന തിയോഡോറ ക്രിസ്തുവിൻ്റെ ഏകസ്വഭാവ സിദ്ധാന്തവാദിയായിരുന്ന അന്തിമസിനെ കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസായി വാഴിക്കാനുള്ള പദ്ധതിക്ക് രൂപം നൽകുകയായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിലെ പാപ്പ പ്രതിനിധിയായി വർത്തിച്ചിരുന്നുവെന്നും ബോനിഫസ് രണ്ടാമൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടവനുമായ വിജിലിയൂസിനെ പാപ്പ പദവി വാഗ്ദാനം ചെയ്തുകൊണ്ട് തിയോഡോറ ചക്രവർത്തിനി റോമിലേക്ക് അയച്ചു. വിജിലിയൂസ് റോമിലെത്തുമ്പോഴേക്കും സിൽവേരിയൂസ് പരിശുദ്ധ സഭയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും തൻ്റെ പുതിയ ദൗത്യനിർവഹണം ആരംഭിക്കുകയും ചെയ്തു തുടങ്ങിയിരുന്നു. ചക്രവർത്തിയുടെ ജനറലായിരുന്ന ബെലിയസാരിയൂസ് റോമിലേക്ക് പടനീക്കം നടത്തി തുടങ്ങി. കിഴക്കൻ സൈന്യം റോമിൻ്റെ സമീപത്തെത്തിയപ്പോൾ റോമാക്കാർ പാപ്പയുടെ ഉപദേശത്തിനായി സിൽവേരിയൂസിനെ സമീപിച്ചു. കിഴക്കൻ സൈന്യത്തെ പ്രതിരോധിക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകില്ലെന്ന് മനസ്സിലാക്കിയ മാർപ്പാപ്പ കീഴടങ്ങുവാനാണ് ഉപദേശിച്ചത്. 536 ഡിസംബർ തുടക്കത്തിൽ സൈന്യം റോം കീഴടക്കി. ചക്രവർത്തിനിയുടെ നിർബന്ധം കാരണം ബെലിസാരിയൂസ് സിൽവേരിയൂസ് മാർപ്പാപ്പയെ തൻ്റെ താവളത്തിലേക്ക് വിളിപ്പിക്കുകയും പാപ്പ അവളുടെ താൽപ്പര്യത്തിനനുസരിച്ച് സ്ഥാനത്യാഗം ചെയ്യണമെന്നും അല്ലെങ്കിൽ മരിക്കുവാൻ തയ്യാറായിക്കൊള്ളണമെന്നും അറിയിച്ചു. എന്നാൽ ജനറലിൻ്റെ ആദ്യ തന്ത്രം സിൽവേരിയൂസിൻ്റെ അടുക്കൽ ഫലിച്ചില്ല. അതിനാൽ അദ്ദേഹം പിറ്റിജസ് രാജാവിൻ്റെ കീഴിൽ തിരിച്ചടിച്ചുകൊണ്ടിരുന്ന ഗോത്തുകൾക്ക് സിൽവേരിയൂസ് പാപ്പയുടെ നഗരകവാടം തുറന്നുകൊടുത്തു എന്ന് കുറ്റമാരോപിക്കുകയും അതിനായി കൃത്രിമമായ രേഖകൾ തയ്യാറാക്കുകയും ചെയ്തു. തുടർന്ന് ജനറൽ ചക്രവർത്തിനിയുടെ ആഗ്രഹമനുസരിച്ച് സിൽവേരിയൂസ് പാപ്പയോട് സ്ഥാനത്യാഗം ചെയ്യുവാനും അന്തിമസിനെ പാത്രിയാർക്കീസാക്കുവാനും ഉത്തരവിട്ടു. എന്നാൽ സിൽവേരിയൂസ് അത് നിരാകരിച്ചു. ജനറലാകട്ടെ രണ്ടാമതൊരു അവസരം കൊടുത്തില്ല. വിശുദ്ധനെ പിടികൂടുകയും വിശുദ്ധൻ്റെ എതിർപ്പിനെ വകവയ്ക്കാതെ വിശുദ്ധൻ്റെ സഭാവസ്ത്രം ഊരിയെടുക്കുകയും വിശുദ്ധനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും ചെയ്തു. പാപ്പയ്ക്ക് സംഭവിച്ച ഈ മര്യാദകേടിനെക്കുറിച്ച് ഒരു സബ്ഡീക്കൻ വഴിയാണ് പുരോഹിതവൃന്ദം അറിയുന്നത്. അതേ തുടർന്ന് ജനറൽ പുതിയ പാപ്പ തെരഞ്ഞെടുപ്പിനുള്ള ഉത്തരവ് ഇറക്കുകയും തുടർന്ന് മർക്കടമുഷ്ടിയിലൂടെ സ്ഥാനമോഹിയായ വിജിലൂസ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. വിശുദ്ധ സിൽവേരിയൂസിനെ ലിസിയയിലെ തുറമുഖ നഗരമായ പടാരയിലേക്കാണ് കടത്തിയത്. ഇക്കാര്യങ്ങളറിഞ്ഞ ആ പ്രദേശത്തെ മെത്രാൻ അസ്വസ്ഥനാവുകയും അദ്ദേഹം പാപ്പായ്ക്ക് നേരിടേണ്ടി വന്ന അന്യായത്തെക്കുറിച്ച് ജസ്റ്റീനിയൻ ചക്രവർത്തിയെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു. ഇതിൽ വാസ്തവമുണ്ടെന്ന് തോന്നിയ ചക്രവർത്തി ന്യായപൂർവമായ വിചാരണയ്ക്കായി വിശുദ്ധനെ റോമിലെത്തിക്കുവാൻ ഉത്തരവിട്ടു. കൂടാതെ അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാപ്പാ പദവി തിരികെ ഏൽപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ വിശുദ്ധൻ റോമിലെത്തിയ ഉടൻ തന്നെ പുതിയ പാപ്പ അദ്ദേഹത്തെ ഗെയ്റ്റ ഉൾക്കടലിലെ ഒരു ദ്വീപായ പൽമാരിയായിലേക്ക് നാടുകടത്തുവാൻ ഉത്തരവിട്ടു. ഈ ദ്വീപിൽ വെച്ചാണ് പാപ്പ സ്വയം സ്ഥാനത്യാഗം ചെയ്യുന്നത്. നിരവധി ക്രൂരമായ പീഡനങ്ങളും പട്ടിണികളും സഹിച്ചുകൊണ്ട് സഭയുടെ രക്തസാക്ഷിയായിട്ടാണ് സിൽവേരിയൂസ് പാപ്പ മരണപ്പെടുന്നത്. വിശുദ്ധൻ നാടുകടത്തപ്പെട്ട ആ ദ്വീപിൽ തന്നെയാണ് വിശുദ്ധനെ അടക്കം ചെയ്തിരിക്കുന്നത്. പിന്നീട് വിശുദ്ധൻ്റെ കല്ലറ നിരവധി അത്ഭുതകരമായ രോഗശാന്തികളുടെ കേന്ദ്രമായി മാറുകയുണ്ടായി.